ഫ്രീ സോങ്, ഫ്രീ സൗണ്ട്, അതുപോലെ മ്യൂസിക് തുടങ്ങിയെല്ലാം ഫ്രീ ആയിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതും പിന്നെ ഈ ഒരു സൗണ്ട് സോങ് ഒക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അങ്ങനത്തെ ഒന്നും വരത്തില്ല അത്. അപ്പോൾ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് ഒരു വെബ്സൈറ്റിൽ നിന്നല്ല, നമ്മൾ യൂട്യൂബിൽ നിന്നാണ്. യൂട്യൂബ് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു സൗകര്യം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് ലൈബ്രറിയിലാണ്, യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യൽ എന്നൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, വളരെ പെട്ടെന്ന് നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ഫ്രീ മ്യൂസിക്, ഫ്രീ സൗണ്ടുകളൊക്കെ കിട്ടാനായിട്ട് നിങ്ങളെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് അതിൽ സെർച്ചിൽ യൂട്യൂബ് ഓഡിയോ ലൈബ്രറി എന്ന് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ സൈഡിലായിട്ട് തലക്കായിട്ട് ഒരു വോയിസിൻ്റെ ബട്ടൺ കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബ് ഓഡിയോ ലൈബ്രറി എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂട്യൂബ് ഓഡിയോ ലൈബ്രറി അവർ തന്നെ നമുക്ക് എഴുതി തരും. ഓക്കെ, ഓഡിയോ ലൈബ്രറി യൂട്യൂബ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് സോങ്ങുകൾ നമുക്ക് കിട്ടും. ഇത് സോങ്ങുകളാണ്. ഇനി നമുക്ക് സൗണ്ട് എഫക്റ്റ് കിട്ടാനായിട്ട് സൗണ്ട് എഫക്റ്റ് നമ്മൾ ഇങ്ങനെ കാണിക്കണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. സൗണ്ട് എഫക്റ്റ് മ്യൂസിക് എന്നതിൻ്റെ തൊട്ടടുത്ത് സൗണ്ട് എഫക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതെല്ലാം സൗണ്ടുകളാണ്. എനിക്കിവിടെ കാണാൻ പറ്റും. ഫാക്ടറി, ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ ട്രാക്ക്, ഡ്രൈവിംഗ്, പാർക്കിംഗ് ആണ്ട് പാർക്കിങ്ങിൻ്റെ സൗണ്ടാണ് ഇതിൽ കിട്ടുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഫാക്ടറി ക്ലിക്ക് ചെയ്താൽ എന്തോ ഒരു അല്ലാതെ സൗണ്ടാണ്. അതുപോലെ ട്രാക്ക്, ഡ്രൈവിംഗ്, ഇൻ പാർക്കിങ്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു മ്യൂസിക്കും സൗണ്ടും എല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു കാര്യം നോക്കാണ്ട്, ഈ ഒരു സോങ്ങുകളൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പേ ഇവരെ ടേംസ് ആൻഡ് കണ്ടീഷനുകൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഈ ഒരു താഴത്ത് ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് എഴുതി വെച്ച് കൊടുത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവരെ ഒരു ഇതുപോലെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇത് എന്താണ്, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കാണില്ലെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ചെയ്തത് മലയാളത്തിൽ ഉള്ളത് കൂടി അതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഉള്ളതിൽ നിങ്ങൾ വായിച്ച് നോക്കുക. എന്താണ് വല്ല ടേംസ് ആൻഡ് കണ്ടീഷനുകൾ എല്ലാം എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നിയമങ്ങൾ പാലിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു സോങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഇതൊരു സൗണ്ട് എഫക്റ്റാണ്. സൗണ്ട് എഫക്റ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സൗണ്ട് എഫക്റ്റിൻ്റെ പ്ലേ ചെയ്യുന്നതിൻ്റെ അതേ സൈഡിൽ തന്നെ അതേ അപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ ഡൗൺലോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഈ ഒരു സൗണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡൗൺലോഡിങ് ആവും. പിന്നെ അത് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യണം. മ്യൂസിക് എന്നുള്ളതിൻ്റെ മേലുള്ളത് മ്യൂസിക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും സൗണ്ടുകൾ ഏതെങ്കിലും മ്യൂസിക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ മറ്റേ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡൗൺലോഡ് എന്ന് ചോദിച്ചു. ഡൗൺലോഡിന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇത് ഡൗൺലോഡിങ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ള പരിപാടി, ഡൗൺലോഡിങ് ചെയ്യലൊക്കെ അല്ല. പിന്നെ നിങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ച് നോക്കണം. വായിച്ച് നോക്കാതെ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യരുത്. പിന്നെ എവിടെയൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ ഇത് ഉപയോഗിക്കൽ എന്നെല്ലാം ആ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഒരു കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യലല്ല ഞാൻ കാണിച്ചെന്ന്. അപ്പോൾ ഓക്കെ, ഇത്ര ഉള്ള പരിപാടി. ഈ ഫ്രീ ആയിട്ടോ ഇത് ഒള്ളി ഫ്രീ ആണ്, എല്ലാം ഒന്ന് ഫ്രീ ആണ്. പക്ഷേ അതിനുള്ള കുറച്ച് കാര്യങ്ങളും നിർബന്ധങ്ങളും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അതെല്ലാം വായിച്ച് നോക്കുക. ഓക്കെ, പിന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.